Namaste. Welcome to our channel, The Below Fortune 77 Tarot. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. പിന്നെന്തായിരുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മസ്റ്റ് ആയിട്ടും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. എല്ലാവരും എന്നോട് പറയും ഇങ്ങനെ മെസ്സേജ്, മാം വീഡിയോ ഇടാറുള്ളത് വേറൊരു യാഥാർത്ഥ്യം. പക്ഷെ ഇടുന്ന ടൈമിൽ മസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നുള്ളത് കേട്ടോ. പിന്നെ എല്ലാവരും സേഫ് അല്ലേ? ഇവിടെ ഭയങ്കര മഴയാണ്. എന്നുവെച്ചാൽ ഇപ്പം 2 days ആയിട്ട് നല്ല രീതിക്ക് മഴയുണ്ട് ഇവിടെ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ ആൻഡ് ദ വ്യൂവേഴ്സ് ആൻഡ് ദ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ്. ഓക്കെ, അപ്പൊ ഞാൻ റീഡിംഗ് എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഇൻഡ്യൂഷൻ വന്നു. ഇന്ന് എനിക്ക് എന്തായാലും ട്വിൻ ഫ്ലെയിംസിന്റെ റീഡിംഗ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ ടോട്ടലി ട്വിൻ ഫ്ലെയിം ജേണി അല്ല, പക്ഷെ ജസ്റ്റ് കുറച്ചൊക്കെ എനർജീസ് എനിക്കൊരു 50% ഒക്കെ എന്തായാലും മസ്റ്റായിട്ട് ട്വിൻ ഫ്ലെയിംസിന് റെസനേറ്റ് ആവും. കാരണം ഇന്ന് ഈ റീഡിങ്സ് ഒരു 2-3 പേരെങ്കിലും ഇന്ന് റീഡിംഗ് കാണുന്നവരിൽ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് എനിക്ക് ഇൻഡ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാർഡ്സ് എല്ലാം ട്വിൻ ഫ്ലെയിംസിന്റെ കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് 10 of Cups ആണ്, കണ്ടോ. നെക്സ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് King of Pentacles. ദെൻ നമുക്ക് വന്നിട്ടുള്ളത് Queen of Cupsന്റെ എനർജിയാണ്, വേൾഡിന്റെ കാർഡാണ്. ദെൻ ഇവിടെ വന്നിട്ടുള്ളത് 10 of Pentacles. ഇത് DM എനർജിയാണ്. നമുക്കൊരു DMന്റെ കറന്റ് ഫീലിംഗ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ, എല്ലാവരും ട്വിൻ ഫ്ലെയിം ജേണിയിലല്ല, 2-3 പേര് മാത്രമാണ് എനിക്ക് ട്വിൻ ഫ്ലെയിം ആയിട്ട് ഈ ഒരു റീഡിംഗ് കാണുന്നവരിൽ ഫീൽ ചെയ്യുന്നുള്ളത്. എല്ലാവരും ട്വിൻ ഫ്ലെയിംസ് അല്ല. ഓക്കെ, നിങ്ങളുടെ DMന്റെ എനർജി. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, അത് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? ഓക്കെ, ഫൈൻ. മൂൺ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ വന്നിട്ടുള്ളത് 3 of Swords, Star, then Judgment, then 2 of Cups. ഓക്കെ, ഈ 2 of Cupsന്റെ എനർജി വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എനർജീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം 10 of Cupsനെയാണ് 2 of Cups ക്ലാരിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജീസിലായിരിക്കാം, സെപ്പറേഷൻ ഫേസിൽ കൂടി ആയിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ജസ്റ്റ് റീസെന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട്, നമുക്ക് ട്വിൻ ഫ്ലെയിമിൽ തന്നെ അറിയാം, നമുക്ക് ട്വിൻ ഫ്ലെയിം ജേണിയിൽ കുറെ അധികം സൈക്കിൾസ് ഉണ്ട്. അപ്പം സൈക്കിൾസ് മാറ്റർ ആണ്. സൈക്കിൾസ് മീൻസ് എന്താണ്? സൈക്കിൾസ് ചുമ്മാതല്ല നമ്മുടെ ഒരു റിലേഷൻഷിപ്സിൽ വരുന്നത്. സൈക്കിൾസ് വെറുതെ ആയിരിക്കുകയല്ല, കാരണം അത് നമ്മളെ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സൈക്കിൾസ് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു സൈക്കിൾസിന്റെ എനർജീസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ജേർണിയിൽ ഒരു സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇത്ര മാത്രം ഒത്തിരിയധികം നിങ്ങൾ ഹേർട്ട് ആവുന്നു, പെട്ടെന്ന് അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന്റെ എനർജീസ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിംസിന്റെ എനർജീസ് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു, പെയിൻ സെൻസ് ചെയ്യാൻ പറ്റുന്നു, അവരോട് ഒരു ക്രേവിങ്സ് ഉണ്ടാവുന്നു, ഒരു വല്ലാത്തൊരു സ്നേഹം ഫീൽ ചെയ്യുന്നു, ഒരു 10 of Cups നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഫീൽ ചെയ്യുന്നു. അങ്ങനെ എനർജീസ് ഒക്കെ വരുന്നത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് സഡൻലി ചെയ്യണം എന്നുള്ളൊരു തോട്ട്സ് വരിക, അതൊക്കെ നിങ്ങളുടെ ഒരു സൈക്കിളിന്റെ എൻഡിങ്ങിന്റെ ഭാഗമാണ്. അപ്പം ഒരു സൈക്കിൾ എൻഡ് ചെയ്തത് മാത്രമല്ല, പുതിയൊരു സൈക്കിൾ തുടങ്ങാനും പോവുകയാണ്. ആ ഒരു സൈക്കിൾ ഒരു പക്ഷെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിറഞ്ഞതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ നിങ്ങൾക്ക് തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോ നോർമൽ റിലേഷൻഷിപ്പ് ആണെങ്കിലോ സെയിം എനർജിയാണ്. നിങ്ങൾക്ക് ആ ഒരു സൈക്കിൾ മാറ്റർ അല്ല, പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻസ് എന്തും ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ ഫേസ് ആയിരിക്കാം, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, ഫാമിലി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒത്തിരി അധികം ചാലഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്,
ഫാമിലി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് മൂലം ഇപ്പൊ ഒരു മാരേജ് എന്നുള്ള ഒരു എനർജിയിലേക്ക് ഈ റിലേഷൻ എത്തുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റില് നിങ്ങളെ മാരേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് ഇവര് മാരേജും ചെയ്യുന്നില്ല, മാരേജിനെ കുറിച്ച് സംസാരിക്കുന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അത് വല്ലാത്തൊരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ ആളെന്നെ മാരേജ് ചെയ്യാന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്താ ആളൊന്നും മിണ്ടാത്തത് എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ വളരെയധികം ടയേർഡ് ആയിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. ആള് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരുന്നില്ല. അത് മാത്രമല്ല ആള് വല്ലാത്തൊരു ഡൗൺ ആയിട്ടിരിക്കുകയാണ്. നിങ്ങളോട് എന്താ ഏതാണെന്നോ ഒരു കാര്യങ്ങളോ ആള് ഷെയർ ചെയ്യുന്നുമില്ല. ആ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ടൈമിലുള്ളത്. അപ്പൊ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എക്സാക്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു റിലേഷനിൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ കൂടി ഇരിക്കുന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ നോർമൽ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം ഇനി ഫുൾ ജനറൽ ആയിട്ട് ഞാൻ പറയുകയാണ്, ട്വിൻ ഫ്ലെയിംസിന് റെസനേറ്റ് ആവും. അതുപോലെ തന്നെ നിങ്ങൾ നോർമൽ റിലേഷൻഷിപ്പ് ആണ്, അതിലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടാവും. പക്ഷെ ഇവിടെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ട്വിൻ ഫ്ലെയിംസിന് ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു എനർജീസ് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഈ ടൈമിലുള്ള ഫീലിംഗ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ട്വിൻ ഫ്ലെയിംസ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ടു ഓഫ് കപ്സ് ഓഫർ ചെയ്യാൻ വേണ്ടി തോന്നുന്നു, ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ തോന്നുന്നു ഒരു 10 ഓഫ് കപ്സിന്റെ എനർജി. അത് അവരുടെ എനർജിയാണ്. ആക്ച്വലി അവരത് ആഗ്രഹിക്കുന്നുണ്ട്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിൽ മിറർ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ, അതിപ്പം ആരും ആയിക്കോട്ടെ, സ്പെസിഫിക് പേഴ്സൺ, നിങ്ങളുടെ എക്സ് ആയിക്കോട്ടെ, വൈ ആയിക്കോട്ടെ, എന്താണെങ്കിലും ആളൊരു നിങ്ങൾക്കൊരു ഒരു എന്താ പറയാ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 10 ഓഫ് കപ്സ് ഓഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ആ ഒരു നിങ്ങൾ മാരേജ് പോസിബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മാരേജ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടികൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷമായിട്ടൊരു ഹാപ്പി ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസ് നിങ്ങളുമായിട്ട് വീണ്ടും റീകണക്ട് ആവുന്ന ആ ഒരു ടൈമിൽ ആള് പറയുന്നുണ്ടാവും, യെസ് നമ്മൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാം, നമുക്ക് മാരേജ് ചെയ്യാം, നമുക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കാം, കമ്മിറ്റ്മെന്റ് ചെയ്യാം, ഫാമിലി അറിയിക്കാം, നമുക്ക് മാരേജ് ചെയ്യാം എന്ന് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ആയിട്ടുള്ളവർക്ക് പറയുന്നുണ്ടാവും. ഓക്കെ, ഇനി അത് നിങ്ങൾക്ക് മാരേജ് പോസിബിൾ അല്ലാത്തൊരു എനർജീസ് ആണെന്നുണ്ടെങ്കിലോ, ഈ ഒരു വ്യക്തി നിങ്ങൾ മാരീഡ് പേഴ്സണുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലും കൺഫ്യൂസ്ഡ് ആണ്, മാരീഡ് അവരുടെ വൈഫായിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി. ഇവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു എനർജിയിലാണ് ആൾ ഇവിടെ നിൽക്കുന്നുള്ളത്. ബട്ട് എന്നാലും ആളുടെ ഒരു ഡീപ്പ് ഇൻസൈഡ് ആയിട്ടുള്ള ഒരു ഡിസയർ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഈ ഒരു ടൈമിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുമായിട്ട് റീകണക്ട് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹമുണ്ട്, ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ വല്ലാത്തൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം എന്നുള്ള ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ഒരു എനർജി ആൾക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഇടി മുഴങ്ങുന്നുണ്ട്, അതാണ് ലൈറ്റ് കുറഞ്ഞു വരുന്നത്. ഞാനിപ്പം റീഡിങ് വേഗം പറഞ്ഞു നിർത്തും, കുറച്ച് കാര്യങ്ങൾ മാത്രം ഡീറ്റെയിൽഡ് നോക്കുന്നില്ല. അപ്പം ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ഒരു ഇൻസൈഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അയ്യോ ഇയാളെ മിണ്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവര് മിണ്ടുന്നില്ലല്ലോ, എന്നെ മറന്നു കളഞ്ഞു, അങ്ങനെയുള്ള എനർജി അല്ല. ഇവരുടെ മൈൻഡിൽ 24/7 നിങ്ങൾ മാത്രമാണുള്ളത്. 24/7 നിങ്ങൾ മാത്രമാണ്. ഇവർ ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്യുകയാണ്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിലൊന്നും ചെയ്യാനില്ല. ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ നമുക്കൊന്നും ചെയ്ത് അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് എല്ലാ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഇതുമില്ല, ഒരു വഴിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നൈസായിട്ട് നമ്മൾ അങ്ങ് ഹീൽ ചെയ്യും. നമ്മളെ തന്നെ നമ്മൾ കുറച്ച് കാമാവും എന്നുള്ള ഒരു എനർജിയിലിരിക്കും. സ്റ്റാറിന്റെ കാർഡാണ്. അപ്പോൾ നൈസായിട്ട് ഒന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കും. ഈ ഒരു വ്യക്തിയാണെങ്കിലും ഈ ഒരു ടൈമിൽ ഹീൽ ചെയ്യാണ്. ഒരു ഹീലിംഗ് ഫേസിൽ കൂടിയാണ് ആളിവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഹീലിംഗ് ഫേസിൽ കൂടി കടന്നു പോകുമ്പോഴും ആളുടെ മൈൻഡിൽ നിങ്ങളുമായിട്ട് റീകണക്ട് ആവണം, നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെന്റ് തരണം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം എന്നുള്ള ഒരു എനർജി അവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ അവരുടെ തോട്ട്സ് ഉണ്ട്. അവരുടെ തോട്ട്സിൽ എപ്പോഴും നിങ്ങളാണ് 24/7 എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുമെന്നോ നിങ്ങൾക്ക് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കുമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരുടെ മൈൻഡിൽ ഇവർക്ക് നിങ്ങളോട് ഈ ഒരു മൊമെന്റിൽ വല്ലാത്തൊരു അൺകണ്ടീഷണൽ ലവ് അല്ലെ ഒരു ഏസ് ഓഫ് കപ്സിന്റെ എനർജി, ഒരു 10 ഓഫ് കപ്സിന്റെ എനർജീസ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ക്ലിയർ മെസ്സേജസ് ആണ്. ക്ലിയർ മെസ്സേജസ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇവര് നിങ്ങളെ കാണുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി അധികം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, കെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു കെയർ, ആ ഒരു മാതർലി നേച്ചർ അത് ഈ ഒരു വ്യക്തിക്ക് അല്ലാതെ ഇവർക്ക് നിങ്ങളിലല്ലാതെ ഇവർക്ക് വേറൊരു വ്യക്തിയിൽ ആ ഒരു കെയറും ആ ഒരു ലവും കിട്ടുന്നില്ല എന്നുള്ളതാണ്.
വേറൊരു വ്യക്തിയിൽ ഇവർക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളിലുള്ള ആ ഒരു കമ്പാഷൻ, ആ ഒരു സിമ്പതി, ആ ഒരു എനർജീസ് ഈ ഒരു വ്യക്തിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ പറയില്ലേ, ഇവരുടെ ലൈഫിൽ ഒത്തിരി അധികം ആളുകൾ ഓപ്ഷൻസ് ഉണ്ടാവാം, ഒത്തിരി അധികം ആളുകൾ നിങ്ങൾക്ക് പകരം വെക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളോളം ആവുന്നില്ല. അത് എത്രമാത്രം ആള് പകരം വെക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളോളം അല്ല ഒരു എനർജീസ്, നിങ്ങൾ അപ്പൊ നമ്മൾ എപ്പോഴും വേറെ ആൾക്ക് പകരമായിട്ട് ഒരിക്കലും ആ ഒരു നിങ്ങൾക്ക് പകരം വേറൊരാൾക്ക് പറ്റത്തില്ല. നമ്മൾ പറയല്ലേ, പകരക്കാരനില്ലാത്ത ഒരു എനർജീസ്, ആ ഒരു എനർജി ഉണ്ടല്ലോ. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ, നിങ്ങളുടെ ആ ഒരു ലവ്, നിങ്ങളുടെ ആ ഒരു കെയർ, അത് നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഫോർത്ത് പേഴ്സന്റെ അടുത്ത് ഇയാൾ അത് തേടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊരു പേഴ്സൺ ആണെങ്കിലും അത് തേടി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആൾക്ക് അവിടെ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നല്ല രീതിക്ക് ഹേർട്ടാണ് ഇപ്പൊ ഇഷ്യൂസ്. ഇങ്ങനെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് സിറ്റുവേഷൻസ് ആണ് ഇവരുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ്, ഈവൻ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജീസ് ആയിരിക്കാം, എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ് ഇവിടെ ഈ ഒരു വ്യക്തി എന്താ പറയാ ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസ് എന്താണെങ്കിലും അതിനെ ഹീൽ ചെയ്ത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം എന്ത് സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻസ് ഒന്നും തന്നെ ഇവിടെ നിങ്ങളെയോ നിങ്ങളുടെ കണക്ഷനെയോ നിങ്ങളോടുള്ള ഈ ഒരു വ്യക്തിയുടെ സ്നേഹത്തെ അഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാൻ 11 കണ്ടു സ്ക്രീനിൽ. ആ ഒരു 11 ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. പിന്നെ 10 മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോർമേഷനെയും ഒരു പുതിയ സൈക്കിളിന്റെ സ്റ്റാർട്ടിങ്ങിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഫ്ലുവൻസിലാണെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റഡ് ആണ്, പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഇവിടെ ഇവരുടെ ഒരു ഫീലിംഗ്സ്, ഇമോഷൻസ് വളരെയധികം ഒരു കപ്സിന്റെ എനർജിയിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. 10 ഓഫ് കപ്സ് മീൻസ് എന്താണ്? ഒരു റീഡിംഗ്സിൽ 10 ഓഫ് കപ്സ് ആണ് ഏറ്റവും വലിയൊരു ഇമോഷൻസ് എന്ന് നമുക്ക് പറഞ്ഞാൽ, ഒരു ഫീലിംഗ്സ് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ ആ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളോട് ഈ ഒരു വ്യക്തിക്കുള്ളത്. ഇപ്പൊ കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസ് എന്താണ് പറയുന്നത്? സ്റ്റെബിലിറ്റി ആണ് പറയുന്നത്. സ്റ്റെബിലിറ്റി, ആ ഒരു സ്റ്റെബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ് ഈ റിലേഷനിൽ. 1 മിനിറ്റ്. ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ. കിങ് ഓഫ് പെന്റക്കിൾസ് മീൻസ് എന്താണ്? സ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു വ്യക്തി ഈഗോയിസ്റ്റിക് ആണ്, സെൽഫിഷ് ആണ്. പക്ഷെ എന്നാൽ പോലും ആളുടെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, തേർഡ് പേഴ്സൺ ലൈഫിൽ ഉണ്ടെങ്കിലും അയാൾ ഒരാളുമായിട്ട് മനസ്സുകൊണ്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എനർജി തന്നെ ആയിരിക്കും നിൽക്കുന്നത്. വേറൊരാളിലേക്ക് ആ ഒരു അയാൾക്കുള്ള ഒരു അഫെക്ഷനോ, ഒരു ലവോ, ഒരു കെയറോ തേർഡ് പേഴ്സണിലേക്ക്, ഫോർത്ത് പേഴ്സണിലേക്ക് പോകുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു എനർജി, ഫെമിനൻ എനർജി ആണെങ്കിലും മസ്കുലൻ എനർജി ആണെങ്കിലും സെയിം എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തി ഇത്ര സെൽഫിഷ് ആണല്ലോ, ഇയാൾ ശരിയാണ്, ഇയാൾ ഫാമിലിയുടെ കാര്യത്തിൽ കുറച്ച് സെൽഫിഷ് ആണ്, നിങ്ങളുടെ ഇടയ്ക്ക് തേർഡ് പേഴ്സൺ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഈ ഒരു വ്യക്തി സെൽഫിഷ് ആണ്. കാരണം ഇയാള് ആ ഒരു ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണുന്നുള്ളത്. അപ്പം ഫാമിലി എപ്പോഴും എന്താ പറയാ ഹൈ പ്രയോറിറ്റിയിൽ വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അതവിടെ ഫീലിങ്സ് ഉണ്ടോ, ഇമോഷൻസ് ഉണ്ടോ, അത് മാറ്റർ അല്ല. പക്ഷെ ആളുടെ ഫാമിലി അതൊരു ആളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അത് ലൈഫ് ലോങ് അയാൾക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റീസിനെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. അല്ല ഒരു മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എനർജീസിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഉള്ളത്. നല്ല ഇടിയുണ്ട്, ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? ഗൈഡൻസ് പ്ലീസ്. നല്ല കൊള്ളിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒത്തിരി അധികം പാമ്പർ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇവര് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു വ്യക്തിയെ ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഒരിക്കലും ഇവരുടെ എല്ലാ മോശപ്പെട്ടിട്ടുള്ള സമയങ്ങളിലും നല്ല സമയങ്ങളിലും ഒക്കെയാണ് നിങ്ങൾ ഒരിക്കലും ഇവരെ തനിച്ചാക്കി വിട്ടിട്ടുണ്ടാവില്ല. എപ്പോഴും ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവും. പലപ്പോഴും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ എന്താ പറയാ നിങ്ങൾ ഈ ഒരു വ്യക്തി എടുത്തിട്ട് ഹോണസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു എനർജീസ് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി ഒക്കെ ഈ ഒരു വ്യക്തി, നിങ്ങളുടെ ആ ഒരു നല്ല ക്വാളിറ്റീസ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു ചാനലിന്റെ മെസ്സേജസ് ആണ്. എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ വോയിസ് വളരെയധികം, നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും പറയായിരിക്കും നിങ്ങളുടെ വോയിസ് കേൾക്കാൻ നല്ലതാണ്, നല്ല പാട്ട് പാടിയാൽ നല്ല രസമായിരിക്കും, പാട്ട് പാടിപ്പിച്ചിട്ടുണ്ടാവാം, നല്ല വോയിസ് ആണെന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ആരോടെങ്കിലും. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി റീഡിങ്സ് ഉണ്ട്, പക്ഷെ നല്ല ഇടിയും കൊള്ളിയാനും ഡയറക്റ്റ് ഫോണിലേക്ക് വെളിയിരുന്നാണ് റീഡിങ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്.